ഹലോ ഹായ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ഫിഷ് ഫ്രൈ ആണ്. സോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മീനെന്ന് പറയുന്നത് കിളിമീനാണ്. സോ യൂഷ്വലി ഞങ്ങളുടെ പത്തനംതിട്ടയിൽ ഈ ഒരു ചുമന്ന മീനെ പറയാറുള്ളത് കിളിമീൻ എന്നാണ്. ഇനിയും ഈ ഒരു മീന് പല പേരിൽ അറിയപ്പെടാം. സോ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ നാട്ടിൽ ഈ മീനെ നിങ്ങൾ എന്താണ് പറയുക എന്നുള്ളത്. അതിന് ഞാൻ എടുത്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു ഓപ്ഷണൽ ഐറ്റമാണ് മല്ലിപ്പൊടി. സോ ഞാൻ സാധാരണ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടാറുണ്ട്. പ്ലസ് നമ്മുടെ യൂഷ്വൽ ഐറ്റമായ പെപ്പർ പൗഡർ, അതുപോലെ തന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്. ഇത്രയും ഐറ്റംസ് നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക. സോ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞ ആ മെയിൻ ഐറ്റം, അതായത് കിളിമീൻ. സോ ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് മീൻ എന്നുള്ളത്. സോ ഈ ഒരു മീനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതായത് ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇതിൽ നന്നായിട്ട് ആ മീനിലൊന്ന് പുരട്ടിയെടുക്കണം. ഇനിയും ഇത് നമ്മളൊരു 10 to 15 മിനിറ്റ്സ് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇൻ ബിറ്റ്വീൻ ഞാൻ ഞങ്ങളുടെ പറമ്പിൽ പോയിട്ട് കുറച്ച് കറി ലീവ്സ് എടുത്തിട്ട് വരികയാണ്. സോ ഇതിനായിട്ട് ഞാൻ ഒരു തണ്ട് കറി ലീവ്സാണ് എടുത്തിട്ട് വന്നത്. ഇനിയും നമുക്ക് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അത്യാവശ്യം ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കാറുണ്ട്. കാരണം എനിക്ക് ആ ഓയിലിനകത്ത് കിടന്ന് ഫ്രൈ ആവുന്നതാണ് കുറച്ച് ഇഷ്ടം. ഇനി ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഈ ഓയിലിൻ്റെ ഇത് കുറച്ച് കുറയ്ക്കാവുന്നതാണ്. ഇനിയും ഞാനിത് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സോ അറ്റ് ലാസ്റ്റ് എൻ്റെ മീൻ ഫ്രൈയുടെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. താങ്ക് യു.